ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചർച്ചിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന്. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടി പോകാമെന്ന് വിചാരിച്ചുള്ള പോക്കാണ്. ഇത് നമ്മുടെ ഹൈലൈറ്റ് മാളാട്ടത്. ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് ഈ കടയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. എൻ്റെ വീട് മാന്നാമംഗലമാണ്, പുത്തൂർ മാന്നാമംഗലം. നമ്മുടെ സുവോളജിക്കൽ പാർക്കില്ലേ, അതിൻ്റെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം. ഇതിപ്പോൾ ഇതേ നമ്മുടെ പുത്തൂർ പാലമാണ്. സുവോളജിക്കൽ പാർക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതേ ഒരു പാലമുണ്ട്. അതിന് തൊട്ടപ്പുറം വീട്ടിൽ വേറൊരു പാലം കൂടി പണിയാണ്, വണ്ടികൾക്ക് കടന്നു പോകാനായിട്ടുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പോഴും പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഉദ്ഘാടനം ചെയ്തെന്നുള്ളൂ, വഴിയിൽ പണികളൊന്നും തീർന്നിട്ടില്ല. ഇപ്പോഴും പണിയൊക്കെ അതുപോലെ തന്നെ കിടക്കണു. നമ്മുടെ പുത്തൂർ പള്ളിയാണ് കേട്ടോ. പുത്തൂരുള്ള ഏറ്റവും വലിയൊരു പള്ളിയാണ്. നമ്മുടെ മൃഗശാലയിലേക്ക് പോകുന്നത് എളുപ്പവഴി ഈ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. ബേക്ക് ഭാഗം ഞാൻ എടുത്തത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെയാണ്. ഇത് ഞങ്ങൾ പുത്തങ്കാട് എന്ന് പറഞ്ഞ സ്ഥലം എത്തി. ഇതുവഴിയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോണ വഴി. കണ്ടില്ലേ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, നല്ല പച്ചപ്പ് നിറഞ്ഞ്. ഞങ്ങൾ താമസിക്കുന്ന ടൗണ് പോലെ അല്ല കേട്ടോ, നല്ല പച്ചപ്പാട്. ഇതാണ്, ഇവിടെയാണ് ഞങ്ങൾ ബസ് കയറാൻ നിൽക്കുന്ന സ്ഥലം. ഇങ്ങനെ മനോഹരമായ സ്ഥലമാട്ടോ, നിറയെ മരങ്ങളും. ഒരു രാവിലെയും വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക അന്തരീക്ഷം, നല്ല തണവാണ്. ഇപ്പോൾ നമ്മൾ പകൽ ചെന്നാലും കേട്ടോ, അവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചൊരു തണുത്ത അന്തരീക്ഷമാണിത്. ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാട്ടോ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞ്, പണ്ടൊക്കെ ഇവിടെ ഭയങ്കര കല്ലായിരുന്നു, വഴിയൊന്നും ശരിക്കും ഉണ്ടായിരുന്നില്ല. എൻ്റെയൊക്കെ കല്യാണത്തിന് ശേഷമാണ് ഇവിടെ ടാർ ചെയ്യണത്. അപ്പോൾ ഇതേ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ എത്താറായിട്ടാണ്. വീട്ടിൽ വരുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടായിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിറങ്ങിയപ്പോൾ ദേ അപ്പച്ചൻ സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുകയപ്പോൾ കിടക്കുകയാണ്. വന്നപ്പോൾ തണ്ടാ ബീഫ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് കറി ഉണ്ടാക്കണതിൻ്റെ തിരക്കിലാണ് അവിടെ. അപ്പം അതൊന്നും എടുത്തേക്കാന്ന് വിചാരിച്ചത്. ആങ്ങളെയായിട്ട് ഇതൊക്കെ തിരുമ്പി സെറ്റാക്കുക. അതിനുള്ള വെളിച്ചെണ്ണയൊക്കെ കയ്യിൽ പുരട്ടി, ഉപ്പും ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ പൊടിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ്. അങ്ങനെ നല്ലോണം മിക്സൊക്കെ ചെയ്ത് പിന്നെ മസാലയൊക്കെ ഇട്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സിങ്ങിലാണ് കറി അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ആങ്ങളെയാട്ടോ. അപ്പോൾ അങ്ങനെ ബീഫെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ വെച്ചു. അപ്പം എന്നോട് അമ്മ പറഞ്ഞു, നീ നോക്കിക്കോളാം, അമ്മയ്ക്ക് സംഘത്തിന് പോയി. അപ്പം അത് കാരണം എന്നോട് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് നോക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കപ്പ വേവിച്ചത്, പിന്നെ ബീഫ് ഉണ്ടെങ്കിൽ കപ്പ മെയിനായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ കപ്പ ഞാൻ പൊളിച്ച് അമ്മ പോയിട്ടപ്പോഴേക്കും ഞാൻ കപ്പയൊക്കെ പൊളിച്ച് സെറ്റാക്കി വേഗം തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് തെച്ച് പോരും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ വേഗം കപ്പയെല്ലാം പൊളിച്ച് അത് നല്ലതായിട്ട്. ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ തമാശകളൊക്കെ ആങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. യൂസഫനായിട്ട് ആ സമയത്തേക്ക് വീഡിയോ പിടിച്ചായിരുന്നു. കഴിച്ചാനവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വന്നിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കണം. അങ്ങനെ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കപ്പയൊക്കെ പൊളിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിരിക്കാൻ നല്ല രസമാട്ടാ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഏരിയയുടെ ഭാഗം ഗ്രില്ലൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ നല്ല കാറ്റ് കിട്ടാനൊക്കെ നല്ല സ്ഥലം. അപ്പം ഞാൻ അങ്ങനെ കപ്പയൊക്കെ കഴുകാമെന്ന് വിചാരിച്ചെല്ലാം കഴുകി സെറ്റാക്കി. അമ്മ സംഘം കഴിഞ്ഞ് വരുമ്പോഴേക്കും വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറി അമ്മ സെറ്റാക്കിയോളും. അപ്പോൾ പിന്നെ കഴിച്ചിട്ട് നമുക്ക് വേഗം സ്റ്റാൻഡ് വിടാലോ അവിടുന്ന്, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ചാനയോട് എന്തൊക്കെയോ പറഞ്ഞങ്ങനെ ചെയ്യും. എനിക്ക് ഇങ്ങനത്തെയൊക്കെ പ്രകൃതിപരമായി ഇങ്ങനെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണേട്ടോ എനിക്കിഷ്ടം. ഇവിടെ വരുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് വൈബാണ്. എന്ന് വെച്ചാൽ നല്ലൊരു അന്തരീക്ഷമാണ്, നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നും പുറത്തേക്കൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ. ഇവിടെ കുറേ മയിലുകളൊക്കെ വരും കേട്ടോ. നമ്മുടെ കുറേ മരങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമായ കാരണം ഉൾപ്രദേശമാണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ മയിലുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി. ബീഫ് അടുപ്പായിരുന്നു, അങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ, വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ കപ്പ ഞാൻ വേവിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അകത്ത് അടുപ്പിലാട്ടോ കപ്പയൊക്കെ വയ്ക്കുക. എന്ന് വെച്ചാൽ ഗ്യാസ് വെറുതെ കളയണ്ടല്ലോ. അത്യാവശ്യത്തിന് വിറകൊക്കെ ഉണ്ട് അവിടെ, ഇഷ്ടംപോലെ വിറകുണ്ട്. അപ്പോൾ വേഗം തന്നെ ഞാൻ തീയൊക്കെ പിടിപ്പിച്ച്
അടുപ്പിലേക്ക് അത് വെച്ചു. അപ്പോൾ പെട്ടെന്ന് വേവണ കപ്പയായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഒന്ന് ചൂടായി ഒരു തിള വന്നപ്പോഴേക്കും സംഭവം പെട്ടെന്ന് വെന്തു. അത് കാരണം പിന്നെ ആ കാര്യങ്ങളും പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ജെയ്ഡുമോൻ കുറേ വാശിയൊക്കെ പിടിക്കുന്നുണ്ട്. എന്നാലും വലിയ മൈൻഡാക്കിയില്ല. ഞാൻ മൈൻഡാക്കാൻ നിന്ന് കഴിഞ്ഞ് പിന്നെ അവനെ എടുക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അവൻ്റെ വാശിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ വെച്ചതിന് ശേഷം അവനത് ജിക്കിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ജിക്കീനെ കുറച്ച് നേരമൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴേക്കും അവന് സന്തോഷമായി. ജിക്കീനെ നോക്കി ഒന്ന് കളിക്കുകയാണ്. എന്തൊക്കെയോ ജിക്കിയോട് അതിൻ്റെ ഇടയ്ക്ക് പറയണുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ എന്നോട് പോവാന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാന്നൊക്കെ കക്ഷി പറയുന്നുണ്ട്. പുള്ളിക്ക് പനി വന്നതിന് ശേഷം ഭയങ്കര വാശിയാണ് എന്താണെന്നറിയില്ല. ഇത് കണ്ട ആ സൈഡിൽ കൂടെ പോവാന്നാ പറയണേ. അവിടെ ഒരു തിണ്ടാണ്, താഴേക്ക് വീഴേ. അപ്പം ഞാൻ പറയും വേണ്ടടാ. ഇത്ര ഉള്ളപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ.